അല്ല, ഈ കേസിൽ സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി വരെ പോയ നാൾവഴികൾ വളരെ മോശം നിറഞ്ഞതാണ്. കാരണം 2014 ഈ കേസിന് ആസ്പദമായ സ്കൂൾ അനുവദിക്കുന്നത്. പക്ഷെ 2017 എനിക്കെതിരെ കേസെടുക്കാനുള്ള ഒരു ശ്രമം പിണറായി വിജയൻ സർക്കാർ നടത്തുകയുണ്ടായി. അന്ന് കൊടുത്തിട്ടുള്ള ലോ അഡ്വൈസ് ഉണ്ട്, വളരെ കൃത്യമായ ലോ അഡ്വൈസ് ആണ്. ഒരു നിലയ്ക്ക് ഈ കേസ് നിൽക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഹിയർസേ ഉള്ളൂ, ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള എവിഡൻസും ഇല്ല, ഇത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ആണ് എന്ന് കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ വിജിലൻസിന്റെ ലോ അഡ്വൈസറാണ്. പക്ഷേ 2020 സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഞാൻ നിയമസഭയിലകത്ത് ഉയർത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകളെക്കുറിച്ച് ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ആ പശ്ചാത്തലത്തിൽ 2020 ഒരു ലോ അഡ്വൈസ് തട്ടിക്കൂട്ടിയിട്ടാണ് ഹൈക്കോടതിയിലേക്ക് ഈ കേസ് പോകുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഈ കേസ് വലിച്ചെറിഞ്ഞിട്ട് പിന്നെയും സുപ്രീം കോടതിയിലേക്ക് പോയിട്ട് ഈ കേസിനെ വലിച്ചു നീട്ടിയത് സർക്കാരിനുണ്ടായിട്ടുള്ള അമിതമായ ചെലവ്, വെറും പകയുടെ, വിദ്വേഷത്തിന്റെ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ അങ്ങോട്ട് നശിപ്പിച്ചു കളയാമെന്ന് വിചാരിക്കുന്ന ഒരുതരം മനോവൈകൃതത്തിന്റെ ഒരു പ്രതിഫലനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കെജ്രിവാളിന് വിഷയത്തിൽ കോടതിയിൽ വന്നിട്ടുള്ള ഇഡിയുടെ സോളിസിറ്റർ ജനറലാണ് ഈ എന്റെ കേസിൽ. അദ്ദേഹത്തിന്റെ പേര് അഡ്വക്കേറ്റ് SB രാജു എന്നാണ്. അദ്ദേഹമാണ് കെജ്രിവാളിന്റെ കേസിൽ ഹാജരായിട്ടുള്ളത്. ഒരു ഇഡിയുടെ വക്കീലായ ആളാണ്. അതേസമയത്ത് സർക്കാരിന്റെ വക്കീലായിട്ട് വന്നിരുന്നത് നീരജ് കൌളാണ്. നീരജ് കൌൾ 5 തവണയാണ്, നിങ്ങൾക്ക് മീഡിയക്കാർക്ക് നീരജ് കൌളിന്റെ റൈറ്റ് ചോദിച്ചാൽ മനസ്സിലാവും എത്രയാണ് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ റൈറ്റ്. 5 തവണ ഏകദേശം 1.5 കോടി രൂപയോളം സർക്കാർ സുപ്രീം കോടതിയിലെ ഈ ദുർവ്യായത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ വളരെ മോശപ്പെട്ട എക്സർസൈസിന് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ പണമാണ്, എന്ന് വെച്ചാൽ എന്റെ കൂടെ പണമാണ്. സത്യത്തിൽ സർക്കാർ ഇതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല, തോറ്റമ്പിയിരിക്കണം, അതൊക്കെ വിട്ടേക്ക്. പക്ഷേ അതിലെ ഈ പണമെങ്കിലും തിരിച്ചടക്കാനുള്ള മര്യാദയാണ് സത്യത്തിൽ സർക്കാർ കാണിക്കേണ്ടത്. അതേസമയത്ത് 2017 ഈ കേസ് നിലനിൽക്കുമെന്ന ഒരു ലോ അഡ്വൈസ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ പോയിരുന്നെങ്കിൽ നമുക്ക് ഒരു ന്യായം പറയാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരിടത്ത് പോലും ന്യായമില്ലാത്തൊരു കേസുമായിട്ടാണ് പോയത്. സുപ്രീം കോടതി പറഞ്ഞത് ഇനി മേലിൽ ഈ കേസുമായിട്ട് ഈ വഴിക്ക് വരരുത്, ഇനി പിണറായിന്റെയും മോളെയും കേസുമായിട്ട് മാത്രം വന്നാൽ മതി എന്നുള്ള ആൾക്കാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇനി ആ കേസുമായിട്ട് അദ്ദേഹം നടക്കട്ടെ. എന്റെ കാര്യത്തിൽ ഏതായാലും അദ്ദേഹത്തിന്റെ ഒരുപാട് ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെ ഒരു കോർ കേസ് അവസാനിച്ചിരിക്കുന്നു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് പറയുന്നത് വെച്ചാൽ, ഇത് ഒരു പാഠം സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരായ പൊതുപ്രവർത്തകരെ ഒക്കെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് നേരിടാനുള്ള അത്യാവശ്യം സാമ്പത്തികമായ ബലമുണ്ട്. എനിക്ക് പ്രവർത്തകരായ ഒരുപടി ആളുകളുടെ പിൻബലമുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരന് എന്താണ് ഇങ്ങനെ രാഷ്ട്രീയ പ്രതികാരം ചെയ്താൽ അനുഭവിക്കേണ്ടി വരിക? സുപ്രീം കോടതിയിൽ ഒരു പേപ്പർ എടുത്താൽ അവിടെ എത്രയാണ് നിങ്ങൾക്ക് വരുന്ന പൈസ എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു പണിയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. എന്റെ കേസ് വഴിയെങ്കിലും സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കണ്ണു തുറന്നെങ്കിൽ ഈ കേസ് കൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു സന്തോഷം അതാണ്. സർക്കാരിനൊന്നും അങ്ങനെ താല്പര്യക്കേടല്ല. അദ്ദേഹം 5.5 കോടി മുടക്കും, അതിനപ്പുറം മുടക്കും. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തവരെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന്, അവരെങ്ങനെ തകർക്കണമെന്ന് സഖാവ് പിണറായി വിജയന് നന്നായിട്ട് അറിയാം. ഇതിലൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നമുണ്ട്. കാരണം വല്ലാത്ത പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിലെത്തുക. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ഭാര്യയെ രാത്രി 12:30 മണിവരെ ക്വസ്റ്റ്യൻ ചെയ്യുക. എല്ലാ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, എന്റെ ഒരു വലയോ, എന്റെ ഒരു സർക്കിളിനെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ നിസ്സഹായമായി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. എന്റെ വീട്ടിന് നമ്പറില്ല, എന്റെ പേരിൽ കേസുകൾ പടപടാ വരുന്നു. അപ്പോഴൊക്കെ ചില ഇടനിലക്കാർ നമ്മളെ ഇടയിൽ വരുന്നുണ്ട് സംസാരിക്കാൻ, തലമുതിർന്ന ഇടനിലക്കാർ തന്നെ. ഇതേ ഇടനിലക്കാരാണ് ലവ്ലിൻ കേസിലടക്കം പിണറായി വിജയന്റെ അടുത്തും വരുന്നത്. പക്ഷെ ആ പിണറായി വിജയന്റെ അടുത്ത് വന്നത് കേന്ദ്രത്തിലെ പോലീസാണ്, അല്ല കേന്ദ്രത്തിലെ രാഷ്ട്രീയക്കാരാണ്. എന്റെ അടുത്ത് വന്നത് CPM എന്നതാണ്. എനിക്ക് മോശമല്ലാത്ത ഇരട്ട ചങ്കൊന്നുമില്ലെങ്കിലും സിംഗിൾ ചങ്കാണ്. പക്ഷേ നല്ല നട്ടലും നല്ല ആത്മബലം ഉള്ളതുകൊണ്ട് അതിന് വഴങ്ങിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണക്കാരനായിരുന്നെങ്കിൽ പെട്ടുപോകുമായിരുന്നു. പിണറായി വിജയൻ പെട്ടുപോയത് അദ്ദേഹത്തിന്റെ മടിയിൽ കനമുള്ളത് കൊണ്ടാണ്. ഞാൻ പെടാതെ പോയത് എനിക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഡീൽ തന്നെയാണ്. ഹൈക്കോടതി വിഷയത്തിൽ മാത്രമല്ല, ഞാൻ നിരന്തരമായി പറഞ്ഞ ചില പൊളിറ്റിക്കൽ ഇഷ്യൂസുകളുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഊരാലിങ്കൽ പോലെയുള്ള ഇഷ്യൂസുകളിൽ നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡീലുകൾ ഇതിന് രാഷ്ട്രീയത്തിൽ ഈ കച്ചവടം വളരെ വ്യാപകമാണ്. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നല്ല. ആ കച്ചവടത്തിൽ പെട്ടുപോയതാണ് കേരളത്തിലെ സർക്കാരും. അല്ലാതെ സഖാവ് പിണറായി വിജയൻ അദ്ദേഹം ഒരു BJP-കാരനായതുകൊണ്ടൊന്നല്ല. അദ്ദേഹത്തിന് നിൽക്കാനാവാതെ വരിക, മകളെ പിടിക്കുന്നു പറയാം. എന്നോട് അങ്ങനെയല്ല പറഞ്ഞേ. എന്റെ മകള് പഠിക്കുന്ന ക്യാമ്പസിൽ പോയിട്ട് അവർ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചു.
മകന്റെ സ്കൂളിൽ പോയി ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചു, എന്റെ ഭാര്യയെ ഒരു തരത്തിലും ഇതുമായി ഇൻവോൾവ് ഇല്ലാത്തവരെ പീഡിപ്പിച്ചു. അപ്പോഴൊക്കെ നമ്മൾ പതറിപ്പോകും. ഈ പതറൽ പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട്. അതാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്ന ഡീല്. നിങ്ങൾ എന്ത് ചോദിച്ചു? അല്ല, സ്വാധീനം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെങ്ങനെ സ്വാധീനിക്കാനാവുക? അത് പലതരം മാർഗങ്ങളുണ്ടല്ലോ, പലതരം രീതികളുണ്ട്. ഏറ്റവും മിനിമം ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ഉണ്ടാവേണ്ടതാണ്. കാരണം ഇന്നലെ എങ്ങാനും ആ കേസിയുടെ വിധി മറിച്ചായിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 സിറ്റിംഗ് എങ്കിലും ഞാൻ നടത്തേണ്ടി വരും. 20 സിറ്റിംഗിന് സുപ്രീം കോടതിയിലെ പൈസ എത്രയാണെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ തലകറങ്ങും. അത് പറയാൻ പറ്റില്ലല്ലോ. അതല്ല, ഒരു മര്യാദയുടെ പ്രശ്നമാണ്. രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ നാളെ എന്നെ കാണാൻ ആളുകൾക്ക് ഭയം തുടങ്ങൂലേ ഒരു സംസാരത്തിന്? അത് പാടില്ലാത്ത കാര്യമാണ്. ഞാൻ ഇതുവരെ പറയാത്ത കാര്യമാണ്. പക്ഷെ ഞാനിപ്പോ പറയണത് അതെങ്കിലും പറയണല്ലോ. ഇപ്പോഴേ ഇല്ല, ഈ കേസിൽ പറഞ്ഞുകൂടാ. അല്ലല്ല, അതൊരു മര്യാദയുടെ പ്രശ്നമാണ്. വന്ന ആളുകൾ CPM-ലെ സൗമ്യഭാവക്കാരായിട്ടുള്ള അല്ല, ഞാൻ അതൊക്കെ പിന്നെ ഇവർ വിചാരിക്കണം എന്താ വെച്ചാല്, നിങ്ങൾ വിചാരിക്കണേ ഞാൻ ഷാജി കേസ് ജയിച്ചു എന്ന്. പക്ഷെ അവർ സന്തോഷിക്കുന്നുണ്ട്, ഇയാളുടെ പൈസ കുറെ പോയല്ലോ, ഇയാൾ കുറെ ഇടങ്ങാറായല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഓരോ കേസുകളും എനിക്ക് നൽകിയിട്ടുള്ള പൊളിറ്റിക്സിലെ ഒരു ശക്തിയുണ്ട്, ബലമുണ്ട്, ആളുകളുടെ പിൻബലമുണ്ട്. ഞാൻ ജയിക്കണേ. മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിലുള്ള ആളാണ്. ഉറപ്പല്ലേ, അതുമായിട്ടുള്ള ഡീലിന് ഉറപ്പുള്ളതാണ്. ഒരു സംശയമില്ലാത്ത കാര്യം. ഇല്ല 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 ഇല്ല, അത് നിങ്ങൾ ഊഹിച്ചാൽ മതി. നിങ്ങൾക്ക് ഡീലുകാരെ ആരാണ് നിങ്ങളെ പത്രക്കാർക്ക് അറിയാത്തത്? അത് എറണാകുളത്തെ പത്രക്കാർക്ക് എല്ലാ ഡീലുകാരും നന്നായിട്ട് അറിയാം. അത് വിട്ടേക്ക്. അപ്പൊ അല്ല, ഞാനതിൽ നിന്നിട്ടില്ല. എനിക്കതിന്റെ കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനെന്തിനാ നിൽക്കേണ്ടത്? ഇനി എത്ര വലിയ ഡീൽ നടത്തിയാലും ഞാൻ ഈ കേസിനകത്ത് 10 റുപ്യ വാങ്ങിയെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട 25 ലക്ഷം രൂപയുടെ കേസാണിത്. 25 ലക്ഷം രൂപക്ക് പിന്നെ കോടിക്കണക്കിന് രൂപ കേസിന് സർക്കാർ ചെലവഴിച്ചു. ഞാൻ വേറെയും ചെലവഴിച്ചു. പക്ഷേ 25 രൂപ വാങ്ങിയാൽ പോലും കോടികൾ ചെലവഴിച്ചാലും അഴിമതിക്കാരനെ പിടിക്കണം തന്നെ കണക്ക്. അല്ലാതെ ചെലവാക്കുന്ന പൈസയായിട്ട് അതിന്റെ തുലനം ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ എന്റെ പോയിന്റ് അതല്ല. 2017 ഇത് നിലനിൽക്കില്ല എന്ന് ഗവൺമെന്റിന്റെ ലോ അഡ്വൈസർ കൊടുത്ത ഉപദേശം സ്വീകരിക്കാതെ പ്രതികാരത്തിന് വേണ്ടി മാത്രം പോയി എന്നുള്ളതാണ്. അങ്ങനെ പിണറായി വിജയന്റെ പ്രതികാരം തീർക്കാനും അദ്ദേഹത്തിന്റെ പിന്നെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തെടുത്തിട്ടല്ല കേസ് നടത്തുന്നത്. സർക്കാരിന്റെ പൈസയാണ്. ആ പൈസ തിരിച്ചടച്ച് കടക്കാനുള്ള മര്യാദയാണ് അയാൾ കാണിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.